ഹലോ ഗായ്സ്, അപ്പോൾ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എം ഒ ഐ നിങ്ങളൊക്കെ ഇപ്പോൾ എനിക്ക് കൊണ്ട് പുറത്ത് പോകാൻ നിൽക്കുന്നവരായിക്കാരം അതിനു വേണ്ടി റിസർച്ച് ചെയ്യുമ്പോഴേക്കാണ് നിങ്ങൾ ഈ ഒരു വാക്കൊക്കെ കേട്ടിട്ടുണ്ടാവുക, MOI, അതുപോലെ SOP, LOR എന്നൊക്കെ. അപ്പോൾ MOI എന്ന് പറഞ്ഞാൽ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ സർട്ടിഫിക്കറ്റ്. വാക്ക് കഴിഞ്ഞു പോയി. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ സർട്ടിഫിക്കറ്റ് ആണിത്. ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഇപ്പൊ പുറത്തു പോകാൻ നിങ്ങൾക്ക് IELTS എഴുതണം എന്ന് അറിയാം. കാരണം IELTS എന്തിനാണ് നമുക്ക്, അതായത് അവരുടെ രാജ്യത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ലാംഗ്വേജ് ആണ് ഇംഗ്ലീഷ്. അപ്പോൾ ജർമ്മനിലാണെന്നുണ്ടെങ്കിൽ ജർമ്മനാണ് എഴുതി പാസ്സായി പോകുന്നത്. IELTS പറഞ്ഞാൽ ബാക്കി UK ഒക്കെ നമുക്ക് IELTS പാസ്സായി പോകണം, അത്ര മാർക്കുണ്ട്. അപ്പോൾ അത് മേടിച്ചു പോകണം. അപ്പോൾ അതെന്തിനാ വെച്ചാൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ ഇവിടുന്ന് അവിടെ വന്നിട്ട് അവിടെ കുടുങ്ങി പോകരുത്, അവിടെ നെട്ടോട്ട് ഓടാൻ പാടില്ലല്ലോ. അപ്പോൾ അവിടുത്തെ കമ്മ്യൂണിക്കേഷൻ അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പോകുന്നത്. അതിന് അഡാപ്റ്റബിൾ ആണോ അല്ലെങ്കിൽ അതിന് ഓക്കെ ആണ്, അതിന് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ളൊരു ക്വാളിറ്റി ടെസ്റ്റ് ആണ് ഈ പറഞ്ഞ IELTS. അപ്പോൾ അത് വേണം. അതല്ലാന്നുണ്ടെങ്കിലുള്ള ഒരു ഓപ്ഷനാണ്, ഒരു ആൾട്ടർനേറ്റീവ് ഓപ്ഷനാണ് MOI, അതായത് മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ സർട്ടിഫിക്കറ്റ്. ഇത് പറഞ്ഞാൽ നമ്മൾ പഠിച്ച കോളേജ്, അതായത് നമ്മൾ മാസ്റ്റേഴ്സിനാണ് ഇപ്പോൾ പുറത്ത് പോകുന്നത്, നമ്മൾ ഡിഗ്രി പഠിച്ച കോളേജ് എന്താ പറയുക, ഇംഗ്ലീഷ് മീഡിയം ആണെന്നുണ്ടെങ്കിൽ, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചെന്നുണ്ടെങ്കിൽ അതിൻ്റെ അത് കാണിക്കാനുള്ള ഒരു എവിഡൻസ് ആണ് ഈ സർട്ടിഫിക്കറ്റ്. മനസ്സിലായോ? അത് നിങ്ങൾക്ക് കോളേജിൽ നിന്ന്, യൂണിവേഴ്സിറ്റീസിൽ നിന്നൊക്കെയാണ് കിട്ടുന്നത്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് പഠിച്ചിട്ട് നിങ്ങൾക്ക് കിട്ടില്ല, കാരണം മലയാളം മീഡിയം ആണ് അല്ലെങ്കിൽ മലയാളം കോളേജസ് ആണല്ലോ. നിങ്ങൾക്ക് ഇത് മോസ്റ്റ് ഓഫ് ഇപ്പോൾ സ്റ്റുഡൻസ് എടുക്കുന്നത് ഇതുകൊണ്ട് ബാംഗ്ലൂർ ഒക്കെ പഠിച്ച കുട്ടികളാണ്. അവരൊക്കെ യൂണിവേഴ്സിറ്റീസിൽ നിന്ന് MOI എടുത്തുകൊണ്ട് അവർക്ക് പോകാൻ പറ്റുന്നുണ്ട്, UK ഒക്കെ കേട്ടോ. അപ്പോൾ ഇത് എല്ലാവർക്കും എല്ലാ യൂണിവേഴ്സിറ്റീസിലും നമുക്ക് പോകാൻ പറ്റത്തില്ല. നിങ്ങൾ വിചാരിച്ച യൂണിവേഴ്സിറ്റീസിന്റെ ക്രൈറ്റീരിയാസ് നോക്കുക, അഡ്മിഷൻ ഇത് നോക്കുക, എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കുക. അതിൽ പറയുകയാണ് IELTS ഓർ ഈ പറഞ്ഞ MOI എന്ന് പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോവാം. മനസ്സിലായോ? അല്ലാന്നുണ്ടെങ്കിൽ IELTS മാൻഡറ്ററി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വഴിയില്ല, IELTSനെ പ്രിപ്പയർ ചെയ്തതാക്കണം. ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആണ് തന്നെ, IELTSന് പ്രിപ്പയർ ചെയ്യണം, എക്സാം ടെസ്റ്റ് ചെയ്യണം, കാര്യങ്ങളൊക്കെ ചെയ്യണം. ഇതൊന്നും ഒന്നുമില്ല, നമ്മൾ യൂണിവേഴ്സിറ്റി പോയി കുറച്ച് വരിക്കുക, എത്രയുള്ള പരിപാടി. അപ്പോൾ ഇതാണ് MOI എന്ന് പറഞ്ഞ സംഭവം. ഇനി തന്നെ ഇതുപോലത്തെ ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതിൽ ചോദിക്കണം കേട്ടോ. ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇനിയിപ്പോൾ എന്ത് പറയാനുണ്ടോ? ഇല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എൻ്റെ വാട്സപ്പും എൻ്റെ ഐഡിയും കാര്യങ്ങളൊക്കെ ഇതിൽ ഞാൻ കൊടുക്കുന്നുണ്ട്, എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ ചാനലിൻ്റെ പേരും ഇതൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക, ചോദിക്കുക, വിളിക്കുക. അഡ്മിഷനാണ് മെയിനായിട്ട് നമ്മൾ നോക്കുന്നത്. അഡ്മിഷൻ എടുത്തു കൊടുക്കുന്നുണ്ട്. പുറത്ത് നമുക്ക് ചുരുക്കം അഡ്മിഷൻസ് മാത്രം എടുത്തു കൊടുക്കുന്നു, ചുരുക്കം രാജ്യങ്ങൾ. കാരണം നമ്മൾ ഇവിടെ എടുക്കുന്ന പോലെയല്ല, പുറത്തേക്ക് കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ, അതിനനുസരിച്ചാണ് ചെയ്യുക. ഇവിടെ നമ്മൾ 4 വർഷമായിട്ട് നമ്മൾ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ബാംഗ്ലൂരിലായിക്കോട്ടെ, കേരളത്തിലും കർണാടകയിലും മൊത്തം നമ്മൾ എടുക്കുന്നുണ്ട്. മനസ്സിലായോ? അതാണ് മെയിനായിട്ട് സ്റ്റുഡൻസ് എടുക്കുന്ന സ്റ്റേറ്റ്സ്. അതുകൊണ്ടാണ് അത് മാത്രം എടുത്ത് പറഞ്ഞത്. അവിടെ എല്ലായിടത്തും, ഇപ്പോൾ കർണാടക ആണെന്നുണ്ടെങ്കിൽ മൈസൂർ, ബാംഗ്ലൂർ, മംഗലാപുരം ഒക്കെ എടുക്കുന്നുണ്ട്. കേരളത്തിലായിക്കോട്ടെ നമ്മൾ മെയിനായിട്ടുള്ള റിമോട്ട് ഏരിയയിലൊന്നുമല്ല, മെയിനായിട്ടുള്ള എറണാകുളം സിറ്റീസിലൊക്കെയാണ് നമ്മൾ എടുക്കുന്നത്. മനസ്സിലായോ? അപ്പോൾ അങ്ങനത്തെ കോളേജിലൊക്കെ നല്ല എടുക്കുക. നല്ല സ്റ്റുഡൻസ് വരുന്ന, കൂടുതൽ സ്റ്റുഡൻസ് ചൂസ് ചെയ്യുന്ന കോളേജ് മാത്രം നമ്മൾ സീറ്റ് ബുക്കിംഗ് ചെയ്തുകൊണ്ട് അഡ്മിഷൻ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻസും അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെ കൊടുത്തുള്ള നമ്മൾ മെസ്സേജ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.